കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യർ 3:4. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനമാണിത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എത്ര വലിയ പ്രത്യാശയാണ് ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ യഥാർത്ഥ തിരിച്ചറിയൽ എന്താണ്? അവൻ്റെ പ്രത്യാശ എന്താണ്? അവൻ്റെ ഭാവി എന്താണ്? ഈ വചനം അതിന് വ്യക്തമായ മറുപടി നൽകുന്നു. ആദ്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു എന്നാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല, അവൻ തന്നെയാണ് നമ്മുടെ ജീവൻ. നമ്മുടെ സമ്പത്ത് ജീവൻ, നമ്മുടെ സ്ഥാനമല്ല ജീവൻ. നമ്മുടെ കഴിവുകളോ ബന്ധങ്ങളോ അല്ല ജീവൻ. യേശുക്രിസ്തു നമ്മുടെ ജീവൻ. ലോകം പല കാര്യങ്ങളിലും ജീവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ചിലർ പണത്തിൽ ജീവൻ തേടുന്നു, ചിലർ പ്രശസ്തിയിൽ ജീവൻ തേടുന്നു, ചിലർ അധികാരത്തിൽ ജീവൻ തേടുന്നു. എന്നാൽ ഇതെല്ലാം ഒരു നാൾ അവസാനിക്കും. പക്ഷേ ക്രിസ്തുവിലുള്ള ജീവൻ നിത്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതം എത്രമാത്രം ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്ന് നാം ഒന്ന് പരിശോധിക്കണം. ക്രിസ്തുവില്ലാതെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അവൻ നമ്മുടെ ജീവൻ ആയിട്ടില്ല. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവൻ നമ്മുടെ ജീവൻ തന്നെയാണ്. രണ്ടാമതായി ഈ വചനം പറയുന്നു, ക്രിസ്തു വെളിപ്പെടുമ്പോൾ. ഇത് യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിനെക്കുറിച്ചാണ്. ഇന്ന് ലോകം അവനെ നിരസിച്ചേക്കാം, അവൻ്റെ നാമത്തെ പരിഹസിച്ചേക്കാം, അവൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ ഒരു ദിവസം വരുന്നു, അന്ന് ക്രിസ്തു രാജാതിരാജാവായി വെളിപ്പെടും. അവൻ്റെ ആദ്യ വരവ് താഴ്മയിലായിരുന്നു, ദരിദ്രനായി ജനിച്ചു. എന്നാൽ രണ്ടാം വരവ് മഹത്വത്തിലും ശക്തിയിലുമായിരിക്കും. ആ ദിവസം മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്കോ ലോകത്തിൻ്റെ വിധികൾക്കോ യാതൊരു വിലയും ഉണ്ടാകില്ല. അന്ന് ദൈവത്തിൻ്റെ സത്യം മാത്രം നിലനിൽക്കും. ഇന്ന് വിശ്വാസികൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, ചിലപ്പോൾ അവഗണിക്കപ്പെടുന്നു. എന്നാൽ ദൈവം പറയുന്നു, കാത്തിരിക്കുക, ഒരു ദിവസം സത്യം വെളിപ്പെടും. മൂന്നാമതായി ഈ വചനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗം, നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്നുള്ളതാണ്. ഇന്ന് നാം ബലഹീനരാണ്, പല പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. കണ്ണുനീറുണ്ട്, പരീക്ഷകളുണ്ട്, രോഗങ്ങളുണ്ട്, പലപ്പോഴും വേദനകളും നിരാശകളും കടന്നു വരാറുണ്ട്. എന്നാൽ ഇത് നമ്മുടെ അവസാന ചിത്രമല്ല. ഒരു ദിവസം ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നാമും മഹത്വത്തിൽ പ്രത്യക്ഷരാകും. ഇന്ന് ലോകം നമ്മുടെ മഹത്വം കാണുന്നില്ല, എന്നാൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു, ആ മഹത്വം കാണുന്നു. ഒരു വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുമ്പോൾ ആരും അതിൻ്റെ സൗന്ദര്യം കാണുന്നില്ല. പക്ഷെ സമയമാകുമ്പോൾ അത് മുളച്ച് വൃക്ഷമായി പൂത്ത് ഫലം കായ്ക്കുന്നു. അതുപോലെ ദൈവമക്കളുടെ മഹത്വവും ഇപ്പോൾ മറഞ്ഞിരിക്കുന്നു. എന്നാൽ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നമ്മുടെ മഹത്വവും വെളിപ്പെടും. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നവരെ നിരാശപ്പെടരുത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ശാശ്വതമല്ല. ഇന്ന് നിങ്ങൾ സഹിക്കുന്ന അപമാനങ്ങൾ ശാശ്വതമല്ല. ഇന്ന് നിങ്ങൾ നേരിടുന്ന പോരാട്ടങ്ങൾ ശാശ്വതമല്ല. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവ് വരുന്നു. അവൻ വരുമ്പോൾ അവനോടുകൂടെ നാമും തേജസ്സിൽ വെളിപ്പെടും. അതിനാൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം, പ്രതീക്ഷ കൈവിടാതിരിക്കാം, ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം. കാരണം നമ്മുടെ ഭാവി ഇരുണ്ടതല്ല, മഹത്വപൂർണമാണ്. നമ്മുടെ ലക്ഷ്യം ഭൂമിയല്ല, സ്വർഗമാണ്. നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്, നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാണ്, നമ്മുടെ മഹത്വം ക്രിസ്തുവിലാണ്. നമുക്കെല്ലാവർക്കും ഈ വചനത്തിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം.
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന ആ മഹത്തരമായ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.